കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതേയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം കൺമുൻപിലീശോയെ കണ്ടങ്ങിരുന്നപ്പോൾ കന്മഷമെല്ലാം അകന്നു പോയി കരളിൻ്റെ നൊമ്പരം കാണുന്ന കർത്താവ് കാരുണ്യമോടെൻ്റെ അരികിലെത്തി കരുണാർദ്ര സ്നേഹത്താൽ പുൽകിയെന്നെ സ്നേഹം ദൈവസ്നേഹം എന്നെ കരുതുന്ന സ്നേഹം ആ സ്നേഹം ദൈവസ്നേഹം ഒരു നാളും തീരാത്ത സ്നേഹം കൺമുൻപിലീശോയെ
തൃപ്പാദപത്മത്തിൽ സർവം സമർപ്പിച്ചു കർത്താവിനോടു ഞാൻ ചേർന്നു നിന്നു. തൃപ്പാദപത്മത്തിൽ സർവം സമർപ്പിച്ചു കർത്താവിനോടു ഞാൻ ചേർന്നു നിന്നു. ആ സ്നേഹധാരയായി ചേർന്നലിയാൻ കൺമുൻപിലീശോയെ കണ്ടങ്ങിരുന്നപ്പോൾ കൺമഷമെല്ലാം അകന്നു പോയി. കരളിൻ്റെ നൊമ്പരം കാണുന്ന കർത്താവ് കാരുണ്യമോടെൻ്റെ അരികിലെത്തി. കരുണാർദ്ര സ്നേഹത്താൽ പുൽകിയെന്നെ. സ്നേഹം, ദൈവസ്നേഹം, എന്നെ കരുതുന്ന സ്നേഹം. ആ സ്നേഹം, ദൈവസ്നേഹം, ഒരു നാളും തീരാത്ത സ്നേഹം. കൺമുൻപിലീശോയെ കണ്ടങ്ങിരുന്നപ്പോൾ കൺമഷമെല്ലാം അകന്നു പോയി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ കുടുംബത്തിന് വളരെ വലിയൊരു സ്ഥാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അനുനിമിഷം ദൈവം ഇടപെടുന്ന ഇടമായിട്ടാണ് കുടുംബത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കുടുംബം പ്രഥമ വിദ്യാലയമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഓരോരുത്തരും കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. കുടുംബത്തിന് ഇത്രമാത്രം പ്രാധാന്യം തിരുസഭ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കുടുംബത്തിലാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സംഭവിച്ചതെന്ന്. ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബം ദൈവം സൃഷ്ടിച്ച് മനോഹരമായി ദൈവം വളർത്തി വലുതാക്കി. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്നാം സ്ഥാനം കൊടുക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായ വിധേയത്വം കാണിക്കാതെ ആ കുടുംബത്തിൽ നിന്നും ദൈവത്തെ പടിയിറക്കി. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവൻ ഒരു കുടുംബത്തിലേക്ക് തന്നെ മനുഷ്യ ശരീരം സ്വീകരിച്ച് കടന്നു വന്നു. അതാണ് നസ്രത്തിലെ തിരുക്കുടുംബം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നാം സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി നാം ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നാം കഷ്ടപ്പെടുന്നവരാണ്. എങ്കിലും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ആനന്ദിച്ചതുപോലെ, ആദ്യ കുടുംബത്തെ നോക്കി അവിടുത്തെ ഹൃദയം തുടിച്ചതുപോലെ നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തുടിപ്പുകൾ ഉണ്ടാകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ദൈവം ചിലപ്പോൾ പ്രശ്നങ്ങളെ അനുവദിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ എൻ്റെ 2 മക്കളും ജീവിത പങ്കാളിയും അമ്മയുമാണ് ഉള്ളത്. ഞാൻ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും എൻ്റെ കുടുംബത്തിൽ നിറവേറണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിത പങ്കാളിയെ ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റേതായ യാതൊരു മാനദണ്ഡങ്ങളും ഞാനതിൽ കൊടുത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ എൻ്റെ ജീവിത പങ്കാളിയായി എനിക്ക് ലഭിക്കണമെന്ന് എനിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു ഡിമാൻഡും വെക്കാതെയാണ് ഞാൻ ജീവിത പങ്കാളിയായി ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് വളരെ സമാധാനത്തിൽ കടന്നുപോയി, വളരെ സംതൃപ്തികരമായി കുടുംബജീവിതം കടന്നുപോയി. എന്നാൽ ഏറെ താമസിക്കാതെ ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഭാര്യ
ഒരു മാരകമായ രോഗത്തിന് അടിമയാണ്. പല ആശുപത്രികളിൽ ഞങ്ങൾ കയറിയിറങ്ങി, പല ഡോക്ടർമാരെ കണ്ടു, പല ചെക്കപ്പുകൾക്ക് വിധേയമാക്കി. അവസാനം രോഗത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഡോക്ടർ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിൽക്കുന്നത് 23-34 ആണ്. 23 മുതൽ 34 വരെ എത്തും, അതിൽ മുകളിലേക്ക് പോകത്തില്ല. ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് 1 മിനിറ്റിൽ 72 വേണ്ടത്. എന്നാൽ എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് 23 മുതൽ 34 വരെയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലേക്ക് അസ്വസ്ഥത കടന്നു വന്നു, ഭാരങ്ങൾ കടന്നു വന്നു, വേദനകൾ കടന്നു വന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഇത് അപൂർവമായ ഒരു രോഗമാണ്. ഈ രോഗത്തിന് വൈദ്യശാസ്ത്രത്തിൽ ശാശ്വതമായൊരു പരിഹാരമില്ല. പിന്നെ ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, നീ ഒരു പേസ് മേക്കർ നിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിന് വെച്ച് കൊടുക്കാൻ ഒരുങ്ങുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഡോക്ടറിൻ്റെ വാക്കനുസരിച്ച് മറ്റു മാർഗമൊന്നുമില്ലാഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പേസ് മേക്കർ വെക്കാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നു, അതിലും ഒരു അല്പൂടെ മെച്ചപ്പെട്ട ഒരു ഡോക്ടറിനെ പോയി കാണാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരെ ഞാനൊരു ഭാര്യയുമായി കടന്നുപോയി. അവിടുത്തെ ഡോക്ടറെ ഞാൻ കണ്ടു. കാർഡിയോളജിസ്റ്റ് എൻ്റെ ഭാര്യയെ നിരീക്ഷണത്തിന് വിധേയമാക്കി, എല്ലാ ചെക്കപ്പുകളും ചെയ്തു. അവസാനം അദ്ദേഹം എന്നോടൊരു വാക്ക് ചോദിച്ചു, മോനെ, നിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് മടങ്ങി വാ. അദ്ദേഹം പറഞ്ഞ സമയം അത്രയും ആശുപത്രിയിൽ ചിലവഴിച്ചെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുവാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞില്ല. വീണ്ടും ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ശിശുവുണ്ടെന്നറിഞ്ഞാൽ ആ ശിശുവിനെ അബോർഷൻ ചെയ്ത് നീക്കിക്കളഞ്ഞിട്ട് പേസ് മേക്കർ വെക്ക്, അല്ലെങ്കിൽ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ അപകടകരമാണ്, എന്തും സംഭവിക്കാം. പ്രിയപ്പെട്ടവൻ്റെ ഉള്ളിലേക്ക് വേദനകൾ കടന്നു വന്നു, ദുഃഖം കടന്നു വന്നു. ഞാനൊരു ഭവനത്തിൽ മടങ്ങി വന്നു. അധികം താമസിക്കാതെ എൻ്റെ ഭാര്യ ഗർഭിണിയാണോ എന്നറിയാൻ മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്കപ്പുകൾക്ക് വിധേയമാക്കി. എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ ഉള്ളിലൂടെ വളരെ വലിയ ദുഃഖങ്ങൾ കടന്നുപോയി, വേദനകൾ കടന്നുപോയി. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള തീരുമാനമുള്ളത് കൊണ്ട് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചപ്പോൾ ഒരു ഡിമാൻഡ് ഞാൻ വെച്ചില്ല. ദൈവത്തിൻ്റെ ഹിതം മാത്രം ഞാൻ അന്വേഷിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് അങ്ങ് അനുവദിച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവം സംസാരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ പെൺകുട്ടി ആരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചാൽ ഇവളെ മരണം വരെയും കാത്ത് സ്നേഹത്തോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തിയെ ഞാൻ ഈ ലോകം മുഴുവനും അന്വേഷിച്ചു, എന്നാൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനമായി ഞാൻ നിന്നെ മാത്രം കണ്ടെത്തി. അതുകൊണ്ട് നിൻ്റെ കരങ്ങളിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കത് മാത്രം മതിയായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിൽ അവളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കർത്താവിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കാത്തിരുന്നു. വീണ്ടും ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ അബോർഷൻ ചെയ്ത് നീക്കിക്കളഞ്ഞ് പേസ് മേക്കർ വെക്കുക, മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുമ്പിൽ ഞാൻ വീണ്ടും ഇരുന്നു. കുട്ടിയെ അബോർഷൻ ചെയ്ത് കളയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പൊന്നോമന കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് നീക്കം ചെയ്യുക, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനേക നിമിഷങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേക ജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ ഞാനൊരു തീരുമാനമെടുത്തു. ദൈവമേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, നിൻ്റെ ഹിതം എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഞാനിതാ നിനക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന് മുമ്പിൽ ഞാൻ എൻ്റെ ഭാര്യയെ സമർപ്പിച്ചു, എന്നെ ഞാൻ സമർപ്പിച്ച് കർത്താവിന് മുമ്പിൽ ഞങ്ങൾ അടുത്തുള്ള ദേവാലയത്തിൽ ആരുമറിയാതെ ഒരു 3 ദിവസം ഞാൻ ഉപവാസവും പ്രാർത്ഥനയുമായി ചിലവഴിച്ചു. എൻ്റെ ആത്മീയ ഗുരുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഡോക്ടറിൻ്റെ നിർദ്ദേശവും ഇതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്നേഹിതരോട്, ആത്മീയ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ ആരോടും എനിക്ക് മിണ്ടത്തില്ല. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അവർ പറയും, കരിസ്മാറ്റിക് നവീകരണം കൂടി ഇവന് ഭ്രാന്ത് പിടിച്ചതാണ്. കുട്ടി അബോർഷൻ ചെയ്തിട്ടാണെങ്കിൽ പോലും
പെണ്ണിനെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കതറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ കാത്തിരുന്നു, കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു, കൂട്ടായ്മയിലായി. പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, സാറായിക്ക് മകനെ കൊടുത്ത ദൈവമായ കർത്താവാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ അവളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ നിരാശയിൽ ദൈവത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് അവൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം. അവൻ നമ്മുടെ കുടുംബത്തിൽ ഇടപെടുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മുമ്പിൽ വീണ്ടും കാത്തിരുന്നു. അവൻ ഇടപെട്ട്, അവൻ സംസാരിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ സുവിശേഷത്തിനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ നിനക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 10-ാം അധ്യായം 36-ാമത്തെ വചനത്തിലൂടെ അരുൾ ചെയ്യപ്പെട്ട വചനമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, മോനെ, എൻ്റെ ഇഷ്ടം നിറവേറ്റി എൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ നിനക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തു. കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. നമ്മൾ കാണുന്നുണ്ട് 37-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനെപ്പോലും ലജ്ജിതനാകാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനെപ്പോലും, പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. സങ്കീർത്തനം 37:7. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ, കർത്താവിന് മുമ്പിൽ സ്വസ്ഥതയോടെ അവനെ കാത്തിരിക്കുവാനുള്ള കൃപ തൻ്റെ വചനത്തിലൂടെ അവിടുന്ന് എനിക്ക് നൽകി. തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അവൻ എനിക്ക് നൽകി. എൻ്റെ കുടുംബത്തിൽ അവൻ ഇടപെടും എന്നുള്ള വ്യക്തമായ തെളിവുകൾ എൻ്റെ ജീവിതത്തിൽ, അടയാളങ്ങൾ അവൻ നൽകുവാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഏറെ താമസിച്ചില്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. 9 മാസം പൂർത്തിയായി ജീവിത പങ്കാളിയുമായി ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ആശുപത്രിയിലേക്ക് കടന്നു പോവുകയാണ്. അവിടുത്തെ ഡോക്ടറാണ് ആദ്യം എന്നോട് പറഞ്ഞത്, പേസ് മേക്കർ വെക്കാതെ മുന്നോട്ട് പോയാൽ നിൻ്റെ ജീവിത പങ്കാളി കുഞ്ഞും നിനക്ക് നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറോട് ഞാൻ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. അവൻ പറയുന്ന വാക്കുകൾ അവൻ പൂർത്തീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വാക്കുകളോർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഭാര്യയെ ഓപ്പറേഷന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ ഉള്ളിൽ എന്തെന്നല്ലാത്തൊരാനന്ദം കടന്നു വരുവാനായിട്ട് തുടങ്ങി. നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം. പരിശുദ്ധി അമ്മ പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, 49-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എന്നാൽ ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെന്നില്ലാത്തൊരാത്മീയ നിറവ്, എന്തെന്നില്ലാത്ത ഒരു ആത്മീയ ആനന്ദം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. ആ രാത്രിയിൽ ഞാൻ സ്വസ്ഥനായി സമാധാനത്തോടെ കിടന്നുറങ്ങി. ഏകദേശം പ്രഭാതത്തിൽ 5 മണിയോടടുത്തു. ഒരു നഴ്സ് വന്നിട്ട് എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പൊന്ന് ചെക്ക് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത്ഭുതമായി ദൈവം ഇടപെട്ടിരിക്കുന്നു. തലേ രാത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് നഴ്സും എന്ന് കൊണ്ടുപോയപ്പോഴും അവളുടെ ഹൃദയത്തിന് ഇടിപ്പ് നിൽക്കുന്നത് 33-34. എന്നാൽ പ്രഭാതത്തിലാകട്ടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ദൈവം 65-ലേക്ക് അത്ഭുതമായി ഉയർത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 66-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? പ്രിയമുള്ളവരെ, ഈ 9 മാസത്തോളം ആരാണ് എൻ്റെ ഭാര്യയെയും അവളുടെ ഉദരത്തിൽ ദൈവം ദാനമായി എന്നുള്ള കുഞ്ഞിനെയും കാത്തു സൂക്ഷിച്ചത്?
ദൈവം പറയുകയാണ്, 9 മാസത്തോളം ഞാനാണ് കാത്തു സൂക്ഷിച്ചത്, പ്രസവത്തോളം ഞാനാണ് എത്തിച്ചത്. പ്രിയമുള്ളവരെ, രക്ഷയുടെ ആനന്ദം കൊണ്ട് ഞാൻ നിറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഭാര്യയെ ഓപ്പറേഷന് വിധേയാക്കി ഡോക്ടർ കുഞ്ഞിനെ പുറത്തെടുത്തു. പരിപൂർണം ആരോഗ്യമുള്ള, ദൈവം പറഞ്ഞ പോലെ തന്നെ ഒരാൺകുട്ടിയാണത്. വീണ്ടും ഭാര്യയുടെ ഹൃദയത്തിനിടിപ്പ് 65 നിന്ന് തിരിച്ച് 23-34 മടങ്ങിപ്പോയി. എങ്കിലും അവളുടെ ജീവിതത്തിൽ യാതൊരു അസ്വസ്ഥതയും ഇല്ല. അവൾ പരിപൂർണ്ണ ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്. നഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, പൾസ് റേറ്റ് വീക്കാണെങ്കിലും വളരെ സന്തോഷവതിയാണ്, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ ഞാൻ സന്തോഷത്തോടെ കാത്തിരുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഓപ്പറേഷന് ശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കുട്ടിയുമായി ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നീണ്ട 12 വർഷക്കാലം ഞാൻ കാത്തിരുന്നു. ഭാര്യയുടെ ഹൃദയത്തിനിടിപ്പിന് യാതൊരു മാറ്റവുമില്ല. കുട്ടിക്ക് 12 വയസ്സെത്തി. അന്നേരവും ജീവിത പങ്കാളിയുടെ ഹൃദയത്തിനിടിപ്പ് നിൽക്കുന്നത് 34ആണ്, 23, 34, അതിൻ്റെ മുകളിലേക്കില്ല. എൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥ കിടന്നു വരാൻ തുടങ്ങി, ഭാരങ്ങൾ കിടന്നു വരാൻ തുടങ്ങി, ചിന്തകൾ ഉയരാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് എന്നോട് പറഞ്ഞത് ഞാൻ സാറായിക്ക് മകനെ തന്ന ദൈവമായ കർത്താവാണ്, ഞാൻ അവളെ സുഖപ്പെടുന്ന യഹോവയാണ്, അങ്ങ് എനിക്ക് കുട്ടിയെ തന്നു, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അത് മകനുമാണ്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഭാര്യ സമ്പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കടന്നു വന്നില്ല? പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. ദൈവം എങ്ങനെയാണ് സാറായിക്ക് കുഞ്ഞിനെ കൊടുത്തത്? ഹാരാനിൽ നിന്ന് പൂർവ്വപിതാവായ അബ്രാഹത്തെയും അവൻ്റെ ഭാര്യയെയും ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് വിളിക്കുകയാണ്. സന്തോഷത്തോടെ തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെ വിട്ടുപേക്ഷിച്ച് അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവത്തിൻ്റെ വാക്കു മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അബ്രാഹാം കടന്നു പോകുമ്പോൾ ദൈവം ഒരു ഉറപ്പവന് കൊടുത്തു. ദൈവം പറഞ്ഞു, അബ്രാഹാം, ഈ കാണുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും സന്താനങ്ങളെ ഞാൻ നിനക്ക് തരും. പ്രിയമുള്ളവരെ, 24 വർഷക്കാലം അബ്രാഹവും സാറായും കാത്തിരുന്നു. ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചില്ല. അവർ ഹൃദയം അസ്വസ്ഥതയിലേക്ക് കടന്നുപോയി, ദുഃഖത്തിലേക്ക് കടന്നുപോയി. അബ്രാഹത്തിന് 85 വയസ്സായി. 85-ാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യയായ സാറ പറഞ്ഞു, അബ്രാഹാം, എൻ്റെ നാഥ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ വഴി മറ്റൊന്നായിരിക്കാം. എൻ്റെ ദാസിയായ ഹഗാറുണ്ടല്ലോ, അവളെ സ്വീകരിര്, അവളിൽ ഒരു സന്താനമുണ്ടാകട്ടെ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ വഴി ഇതായിരിക്കാം. അബ്രാഹാം പൂർവ്വപിതാവ് ആ വഴിയും സ്വീകരിച്ചു. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. അവന് 13 വയസ്സെത്തി. പ്രിയമുള്ളവരെ, ഇസ്മായേലിന് 13 വയസ്സ് തികഞ്ഞപ്പോഴാണ് അബ്രാഹത്തിന് 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹത്തെ വീണ്ടും സന്ദർശിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ കൂടാരത്തിലെത്തിയ ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ നൽകും. അബ്രാഹാം എന്താ ചെയ്തു? പൂർവ്വപിതാവ് കമിഴ്ന്നു വീണു, ആത്മഹത്യ ചെയ്തു. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വയസ്സ് 100ആയി, ഇനിയൊരിക്കലും മകൻ ജനിക്കുമോ? ദൈവത്തോട് പറഞ്ഞു, ഓ കർത്താവേ, ഓ കർത്താവേ, പ്ലീസ്, ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം പറഞ്ഞു, ഞാൻ അടുത്ത വസന്തത്തിൽ വരും, അന്ന് നിനക്കൊരു മകനുണ്ടായി, നീ അവൻ ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. ദൈവം വീണ്ടും അബ്രാഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യ എന്തിയെ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ തൻ്റെ ഭാര്യയെ വിളിച്ചു. കൂടാരവാതക്കൽ മറഞ്ഞിരുന്ന് ദൈവവുമായിട്ടുള്ള സംഭാഷണം ഒളിഞ്ഞു കേട്ടുകൊണ്ടിരുന്ന സാറ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് കൂടാരത്തിൻ്റെ വാതിലേക്ക് കടന്നു വന്നു. ദൈവം സാറയോടും പറഞ്ഞു, മോളെ, ഞാൻ നിനക്കൊരു മകനെ നൽകും, അടുത്ത വസന്തത്തിൽ ഞാൻ വരും. എന്താ സാറ പറഞ്ഞത്? ആ വല്യമ്മ പറയുകയാണ്, ഉള്ളിലൂറി ചിരിച്ചെന്ന ദൈവവചനം ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, എൻ്റെ ഭർത്താവിനും പ്രായമേറെയായി. ഓ കർത്താവേ,
ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം സാറായോട് പറഞ്ഞു, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. കർത്താവിന് കഴിയാത്തതായി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ദൈവം സാറായോട് ചോദിക്കുകയാണ്, കർത്താവിന് കഴിയാത്തതായി, സർവശക്തനായി എനിക്ക് കഴിയാത്തതായി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോടും ചോദിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളുണ്ടാകാം, കുടുംബത്തിൽ തകർച്ചകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ബലഹീനത മൂലം നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം നീ. ഒരുപക്ഷെ കടബാധ്യതയുടെ കയത്തിലായിരിക്കാം. ഒരുപക്ഷെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഇതുവരെ ലഭിക്കാത്ത നിരാശയുടെ പടുകുഴിയിലായിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കും, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, അബ്രാഹാമും സാറായും ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി വിട്ടുകൊടുത്തു. ജീവിതത്തിൽ മാറ്റങ്ങളും ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ ആശ്രയിച്ചു. അവരുടെ ബലഹീനതയിൽ നിന്ന് ഹൃദയത്തെ അവർ അടർത്തിയെടുത്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ സമർപ്പിച്ചു. എന്താണ് പരിണതഫലം? പ്രിയമുള്ളവരെ, കൃത്യം 1 വർഷം കഴിഞ്ഞ് ദൈവം മടങ്ങി വന്നപ്പോൾ അബ്രാഹത്തിൻ്റെ കൂടാരത്തിൽ അബ്രാഹവും സാറായും ഒരു കുട്ടിയെ ലാളിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നു. അതാണ് വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസഹാക്ക്. പ്രിയമുള്ളവരെ, ദൈവം എന്നോട് പറഞ്ഞു, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നിന്റെയും ജീവിതത്തിൽ ഇടപെടും. നീ നിന്റെ ഭാര്യയുടെ ഹൃദയത്തിനിടിപ്പ് ഇന്നൊന്ന് നിരീക്ഷിക്കുക, ഇന്നൊന്ന് ചെക്ക് ചെയ്യുക. പ്രിയമുള്ളവരെ, എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. ഒരു ഇലക്ട്രോണിക് യന്ത്രം വീട്ടിലുണ്ട്. 12 വർഷമായി ഞാൻ നോക്കുന്നതാണ്. മാറ്റങ്ങളൊന്നും ഭാര്യയുടെ ജീവിതത്തിലില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പോഴിതാണ് പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി ഹൃദയത്തിൻ്റെ ഇടിപ്പ് ദൈവം 74-ലെത്തിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൊണ്ട് ദൈവം 74-ലെത്തിച്ചു. 72 മതി, 2 കൂടി കർത്താവ് ബോണസ് ആയി കൊടുത്തു. 4 വർഷം കഴിഞ്ഞിട്ടും ഹൃദയത്തിൻ്റെ ഇടിപ്പ് 74ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, നമ്മുടെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. അവന് നമ്മെ തന്നെ നാം പൂർണ്ണമായി സമർപ്പിച്ചാൽ, നമ്മുടെ ഹൃദയം അവനെ വിട്ടുകൊടുത്താൽ, നിന്റെ ഹൃദയം നിന്റെ പ്രശ്നത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിന്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറപ്പിച്ചാൽ, ഈ നിമിഷം നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ, നിന്റെ ജീവിത പങ്കാളി ജീവിതങ്ങളിൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം നമുക്കൊന്ന് അടയ്ക്കാം, നമ്മുടെ കൈകൾ നമുക്കൊന്ന് കൂപ്പാം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 17:1 തിരുവചനം പറയുന്നു, ഞാൻ സകല മനുഷ്യന് ദൈവമായ കർത്താവാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ പ്രത്യാശയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദുഃഖങ്ങളും വേദനകളും നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ ആകുല രോഗങ്ങളും വിട്ടുകൊടുക്കാം. അവൻ്റെ അത്ഭുതമായ ശക്തി ഇതാ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിച്ചു കൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ